വയനാട്ടിൽ എൽഡിഎഫിന്റെ ദയനീയമായ പ്രകടനം. പല ബൂത്തുകളിലും സിപിഐ തന്നെ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നമ്മുടെ നിഷ്പക്ഷത നടിക്കുന്ന മലയാള മാധ്യമങ്ങളോ നിരീക്ഷകന്മാരോ വയനാട്ടിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന മാധ്യമങ്ങളോ നിരീക്ഷകരോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചർച്ച ചെയ്തില്ല. സംസ്ഥാനത്ത് രണ്ട് മുന്നണികളുടെയും ക്ഷേമ പെൻഷനുകൾ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൈക്കലാക്കുകയാണ്. വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വലിയ സമരം തന്നെ ആരംഭിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സർവേ റിപ്പോർട്ട് കഴിഞ്ഞ 19-ാം തീയതിയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തി. രാഷ്ട്രീയ നിരീക്ഷകന്മാർ മോദിയെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നിട്ടും വയനാട്ടുകാരെ അവഗണിച്ചുവെന്ന് ആക്ഷേപിച്ചു. എന്തായിരുന്നു സത്യം? അവിടെ ഹർത്താൽ നടന്നു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. എന്തിനായിരുന്നു ഹർത്താൽ? എൽഡിഎഫും യുഡിഎഫും ഉത്തരം പറയേണ്ടതായിരുന്നു. കേരള ഗവൺമെന്റിന്റെ കയ്യിൽ മോദി സർക്കാർ കൊടുത്ത പണം കുമിഞ്ഞുകൂടി കിടന്നിട്ടും പുനരധിവാസം ആരംഭിക്കാത്ത നടപടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ യുഡിഎഫിനെയും എൽഡിഎഫിനെയും ഒട്ടും വേദനിപ്പിക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങളടക്കം അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം, ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ് ആലോചിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ആ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ആകെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സംഭവമായിരുന്നു വഖഫ് ബോർഡിന്റെ അധിനിവേശം. വളരെ ആസൂത്രിതമായി പിണറായി വിജയൻ സർക്കാർ അത് കേവലം മുനമ്പത്തെ ഒരു വിഷയമായി ചുരുക്കി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേരള സർക്കാർ തയ്യാറായത്. അതിനരു നിൽക്കുന്ന സമീപനമാണ്, അതിന് വെള്ളപൂശുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സ്വീകരിച്ചത്. കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുനമ്പത്തെ കോടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത് അവസാനം മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ച് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, വഖഫിന്റെ അധിനിവേശം ഒരു മുനമ്പത്ത് മാത്രമുള്ളതല്ല, കേരളത്തിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിലുള്ളതാണ്. നിങ്ങളുടെ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെയെല്ലാം ബാധകമാണോ? മുനമ്പത്തെ 600ഓളം കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനാണോ? അതല്ല ചെല്ലാനത്തെയും മാനന്തവാടിയിലെയും ചാവക്കാട്ടെയും കൽപ്പാത്തിയിലെയും നൂറണിയിലെയും അടക്കം കേരളത്തിൽ വഖഫ് ഭീഷണി നേരിടുന്ന മറ്റിടങ്ങളിലെ നിരപരാധികളുടെ പ്രശ്നങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ കണക്കിലെടുക്കുമോ? നിങ്ങളുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? മുനമ്പത്ത് മാത്രമുള്ളതാണോ? വഖഫിന്റെ ഭീഷണി മുനമ്പത്ത് മാത്രമുള്ളതാക്കി ഒതുക്കി തീർക്കാനുള്ള എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും തീരുമാനം ദേശീയ ജനാധിപത്യ സഖ്യം അംഗീകരിക്കില്ല, ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കില്ല. നിങ്ങളെ കൊണ്ട് കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ഇനി വരുന്ന ദിവസങ്ങൾ വഖഫ് ഭീഷണിക്കെതിരായിട്ടുള്ള വ്യാപകമായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണല്ലോ. നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. നിയമസഭയിൽ നിങ്ങൾ പാസാക്കിയ ഐകകണ്ഠേനയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം. മുനമ്പത്തെ കുടിയിറക്കപ്പെടുന്നവരോടൊപ്പമാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഐകകണ്ഠേനയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം. നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചുകൊണ്ടല്ല ഈ പ്രമേയം പാസാക്കിയത്. വഖഫ് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഞങ്ങൾ ഓടിയെത്തും. അവിടെയെല്ലാം ഞങ്ങൾ ഉണ്ടാവും. വൈകുന്നേരത്തെ മാധ്യമ ചർച്ചകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയാലും സിപിഎമ്മിനും കോൺഗ്രസിനും വേണ്ടി നിങ്ങൾ കുഴലൂതിയാലും നിങ്ങൾക്ക് ഞങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. കേരളത്തിൽ വഖഫ് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടാകും, സമരങ്ങൾ ഉണ്ടാവും. ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി ഗോദയിലുണ്ടാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.